ഇപ്പം ഇങ്ങനെ ടോപ്പിക്ക് വരുന്നു. ഇപ്പം നമ്മൾ കമന്റ് ബോക്സ് അല്ല, ഇപ്പം നേരിട്ടിരുന്നൊരു ഡിസ്കഷൻ വരികയാണെന്ന് വെച്ചോ. അപ്പോൾ പാസ്റ്റ് ലൈഫ് ഉണ്ട്, പാസ്റ്റ് ലൈഫ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം കാർത്തിക്കിന്റെ അവകാശവാദങ്ങളെ അഡപടലം ഖണ്ഡിച്ചുകൊണ്ട് ഒരു വ്യക്തി അതിന് അങ്ങനെയൊന്നുമില്ല, നീ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത് വെച്ചാൽ വളരെ ഘോരഘോരം വാദിച്ചുകൊണ്ട് തർക്കിക്കുകയാണ്. ആ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്റെ ശരിയാണ്, എന്റെ കാഴ്ചപ്പാടിലാണ്, നീ എടുക്കണ്ട, അതുകൊണ്ട് നീ എടുക്കാത്തത് കൊണ്ട് എന്റെ കാഴ്ചപ്പാടിൽ ഇല്ലാതാവുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ അദ്ദേഹത്തിന്റെ വഴിക്ക് വിട്ടിട്ട് സ്വന്തം കാര്യം നോക്കി തിരിഞ്ഞു പോവുക ഏത് ചെയ്യും? ഇത്രയും നാളായിട്ട് ഞാൻ കൊടുത്ത ഒരൊറ്റ ഇന്റർവ്യൂവിൽ പോലും ആത്മീയപരമായുള്ള കാര്യങ്ങൾ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഐ മീൻ, ഞാൻ സംസാരിക്കാൻ കഴിവതും കൊടുക്കാറില്ല. കഴിവതും അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഞാൻ പിടിക്കാറില്ല. കുറച്ചെങ്കിലും ഇച്ചിരിയെങ്കിലും ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഇവിടെയാണ്. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നതായാലും ഇല്ലെങ്കിൽ എനിക്ക് സ്വമേധയാ ഉള്ളൊരു ഒരു തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മളൊരു ഡിബേറ്റിനുള്ള കാര്യമല്ല. ഇതൊരു ഡിബേറ്റിനോ അല്ലെങ്കിൽ ഒരു രണ്ടുപേരും ഇരുന്ന് തർക്കിക്കേണ്ട കാര്യമല്ല. ഇതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ നമുക്ക് അനുഭവത്തിൽ വരേണ്ട കാര്യങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ നമ്മളൊരു ഗുരു പറഞ്ഞെന്ന് വിചാരിച്ചോ, ഇപ്പോൾ അദ്ദേഹം ഒരു കാര്യം തെളിവ് സഹിതം എന്നോട് നിരത്തിയാൽ പോലും ഞാൻ അതിലൊരു 50% ഇത് കൊടുക്കുള്ളൂ, അല്ലാതെ അത് ഉൾക്കൊള്ളുള്ളൂ. കാരണം എൻ്റെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങൾ വരട്ടെ, അല്ലാതെയുള്ള ഇൻഫർമേഷൻസാണ്. അല്ലാത്തതുള്ള എല്ലാം ഇൻഫർമേഷൻസാണ്. ഇൻഫർമേഷൻ അത് വെച്ചിട്ട് ഓക്കെ എന്നാൽ പോലും അത് കംപ്ലീറ്റ്ലി ശരിയോ തെറ്റെന്ന് പറയാൻ നമുക്ക്, അല്ലെങ്കിൽ പിന്നെ അത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു മീറ്റർ വെച്ചിട്ടാണെന്നോ അല്ലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യണം. അതുവരെ പറ്റാത്തിടത്തോളം കാലം ഇതെല്ലാം ഇൻഫർമേഷൻസാണ്. നമ്മൾ അങ്ങനെയുള്ളവരെ തിരുത്താൻ ശ്രമിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഈ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സംവാദങ്ങളിൽ ഒരു അർത്ഥവുമില്ല. അത് ഒരാളെ തിരുത്തുക, ഇങ്ങനെയല്ല സ്പിരിച്വാലിറ്റി സംഭവിക്കേണ്ടത്. അങ്ങനെയുള്ള ഇപ്പോൾ ആളുകൾക്ക് ഏറ്റവും ഡിബേറ്റ് ഇഷ്ടമുള്ള ടോപ്പിക്കും സ്പിരിച്വാലിറ്റിയാണ്. പക്ഷെ അങ്ങനെയാണോ? എന്തെങ്കിലും സാധനം വന്നാൽ അതിന് താഴെയോ അല്ലെങ്കിൽ അതിനെ സംസാരിക്കുന്നതിന് ഖണ്ഡിക്കാൻ വേറെ ആരെങ്കിലും ഒരാൾ ഉണ്ടാവും. അതെ, ഒരു ഗുരു നമ്മുടെ ലൈഫിലേക്ക് വരേണ്ടതായാലും അതൊക്കെ വ്യക്തമായിട്ട് പല ഗ്രന്ഥങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഗുരുവിനെയൊക്കെ നമ്മൾ തേടിപ്പോവുക അല്ല, അങ്ങനെയുള്ള നമ്മുടെ ഭയങ്കരമായ ഇതൊക്കെയാണ് സംഭവിക്കേണ്ടത്. അപ്പോൾ സ്പിരിച്വാലിറ്റിയിലുള്ള ഇങ്ങനെയുള്ള ഉത്തരങ്ങളായാലും നമ്മളിലേക്ക് വന്നു ചേരേണ്ട, അല്ലാതെ ഒരു ഭയങ്കരമായി ആർഗ്യൂ ചെയ്ത് നേടിയെടുക്കേണ്ടതോ അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് ഇതാക്കേണ്ട കാര്യമല്ല. സ്പിരിച്വാലിറ്റിയുടെ ഇത് തന്നെ എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആൾ തന്നെയാണ് അവിടെ ഇരിക്കുന്ന റെസ്പെക്റ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. 100% അവിടെ തന്നെയാണ് അയാളെന്നുള്ള റെസ്പെക്റ്റ് ആണ് നമ്മൾ ഇതായിട്ടിലേക്ക് വരുന്നത്. ഇപ്പം ഇഷ സെന്റർ, ഇഷ യോഗ സെന്റർ കേട്ടിട്ടുണ്ടോ? അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് അത് എൻ്റെ ലൈഫിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കാണുകയുണ്ടായി. അവിടെ ഒരുപാട് ഡിസൈപ്പിൾസ് ഉണ്ട്, അവർക്കെന്താ ഭയങ്കര കാറില്ലാത്ത ബംഗ്ലാവ് അങ്ങനത്തെ എന്തോ ഒരു സക്സസ്ഫുൾ ലൈഫ് എന്താ ഇല്ലാത്ത, സക്സസ്ഫുൾ ആവാത്ത എന്താ വരുന്ന ഒരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉത്തരമുണ്ട്. അവർക്ക് ചിലപ്പോൾ അവർ അത്രയും പോഷ് ലൈഫുകളൊന്നും കൈകാര്യം ചെയ്തില്ലായിരിക്കും, പക്ഷെ അവരവിടെ വന്നതിന് ശേഷം ഈ നിമിഷം വരെ ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ലായിരിക്കും. അപ്പം ഇതല്ല സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് അടിയിടുക, അതിലൊരു കാര്യം നേടിയെടുക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല. അത് ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതാണെങ്കിൽ ഗ്രാജുവലി അറിയേണ്ടതാണ്. പിന്നെ ആരോട് സംസാരിക്കുമ്പോഴും ഇപ്പം ഞാൻ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളോട് പ്രത്യേകം സംസാരിക്കുമ്പോഴും ഈ ഒരു ബോധം നമുക്ക് വേണം. അവിടെയും ഇവിടെ ഏതാണ്ട് ഒരാൾ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. അല്ലാതെ തർക്കിച്ച് നേടാൻ പറ്റുന്നൊരു സംഭവം അല്ലല്ലോ ഇത്. തീർച്ചയായിട്ടും കമന്റ് ഇടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം. കൂട്ടിയിട്ട് കത്തിച്ചതല്ല, അതെ, മനസ്സിലാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇപ്പൊ നമുക്കൊരു കാര്യം നമ്മുടെ അനുഭവത്തിൽ വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലെന്നല്ല. അതെ, നമ്മുടെ അനുഭവത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 50 വർഷം മുമ്പ് ഇവിടെ ഇരുന്ന് നമുക്ക് അമേരിക്കയിലുള്ള ആളെ കണ്ട് സംസാരിക്കാം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചാണോ ചോദിക്കും, അല്ലേ? പക്ഷെ ഇപ്പോൾ അത് നമുക്ക് അനുഭവത്തിൽ വരുന്നു. അപ്പോൾ ഒരു കാര്യം നമുക്ക് അനുഭവത്തിൽ വരുന്നില്ല എന്ന് വിചാരിച്ച് അതില്ല എന്നല്ല അർത്ഥം. ഫ്യൂച്ചറിൽ ചിലപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം. തീർച്ചയായിട്ടും. ഞാൻ ഇതുവരെ കണ്ട് വീഡിയോസിൽ നമ്മൾ നേരിട്ട് ഇതിനെ കണ്ടിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ കാര്യമായി സംസാരിക്കുന്നത് ഇപ്പോഴാണ്. ഞാൻ കണ്ട എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടുള്ള ഒരു കാർത്തിക് ശങ്കറിനെ അല്ല ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ കാണുന്നത്. എങ്ങനെയോ ചോദ്യം മാറി വന്നതാണ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത്. പക്ഷെ കൊള്ളാം, അടിപൊളിയാണ്. നിങ്ങൾ ഈ ആക്ച്വലി വായിക്കാറില്ലെന്നല്ല പറഞ്ഞേ. ഞാൻ അങ്ങനെ റെഗുലറായിട്ട് ഇങ്ങനെ വായിക്കണം, ബുക്സ് വായിക്കണം അങ്ങനത്തെ മൈൻഡ്സെറ്റ് അല്ല. പക്ഷെ എന്നാലും വേണ്ട ഇതുമായിട്ട് റിലേറ്റഡ് ആയ കുറച്ച് നല്ല ബുക്സൊക്കെ വായിക്കാറുണ്ട്. ഇനിയും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വായിക്കാറുണ്ട്. എനിക്കും സജസ്റ്റ് ചെയ്യാൻ ഞാൻ പറയുന്നു. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്പിരിച്വാലിറ്റി കണക്ട് ചെയ്ത് കുറച്ചധികം സംസാരിച്ചു.
അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാവാം. ഇപ്പം ഈ സംസാരത്തിനൊക്കെ ഇടയിൽ കാർത്തിക് പറയുന്ന ഒരു കോമൺ സെന്റൻസ് ഉണ്ട്, ഇത് നമ്മൾ തേടിപ്പോയിട്ട് കാര്യമില്ല, നമുക്കിതൊക്കെ വന്നു ചേരുക. ഇപ്പൊ ഗുരു വന്നു ചേരുക, ആത്മീയത നമുക്ക് നമ്മൾ തേടിപ്പോയാൽ കിട്ടുന്ന ഒരു കാര്യമല്ലെന്നുള്ളത്. ഈ വന്നു ചേരുന്നു എന്ന് പറയുന്നത് ഒരു പക്ഷെ അറിവിനെയാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ സ്പിരിച്വാലിറ്റി ഇങ്ങനെ പോയി ഒരു അനന്തമായ ഏരിയ നമുക്ക് പറയാം, ഇതിനൊരു എൻഡ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതിൽ എന്താണ് ശരിക്കും തേടുന്നത്? അങ്ങനെ ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, എൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇവിടെ വെച്ച് പറഞ്ഞ ചോദ്യങ്ങളായാലും അല്ലാതെയും ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ലൈഫിനെ പറ്റിയിട്ടായാലും, അല്ലെങ്കിൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്താണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഉത്തരം എവിടുന്ന് എന്നുള്ള ചോദ്യങ്ങൾ എന്നോട് തന്നെ ചോദിച്ച സമയത്താണ് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലാണ് നമ്മുടെ ഇതിനുള്ള ഉത്തരം കിടക്കുന്നതെന്ന് നമുക്ക് പല രീതിയിലുള്ള ഇൻപുട്സ് വന്നു. അങ്ങനെ തന്നെയാണ് ആ ഒരു ഇതിലാണ് അതിൽ കൂടി സഞ്ചരിക്കാമെന്നുള്ളൊരു തോട്ടിലേക്ക് വരുന്നതും. അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ അനുഭവവേദ്യമായ ഉത്തരങ്ങൾ കിട്ടി. നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്ന പല ഉത്തരങ്ങളും നമുക്ക് കിട്ടുകയും അതിലൂടെ സഞ്ചരിക്കാൻ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. ഈ സ്പിരിച്വാലിറ്റി ഒക്കെ വീട്ടിൽ ടോപ്പിക്കൽ ഡിസ്കഷൻ വരാറുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു സ്പിരിച്വൽ ലൈനിൽ ഉള്ള ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ? ഇത്രയും ഡീപ്പായിട്ടൊന്നും അങ്ങനെ വീട്ടിൽ നിന്ന് സംസാരിക്കാറൊന്നുമില്ല. പിന്നെ വല്യച്ഛനും ഞാനും കൂടാണ് കൂടുതലും ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് നടത്താറ്. പക്ഷേ വല്യച്ഛനായാലും ഇവർക്കെല്ലാം ഉള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്യച്ഛനും അധികം ഡീപ്പായിട്ട് അതിലേക്ക് സംസാരിക്കാൻ സമ്മതിക്കില്ല. കാരണം അധികം ഡീപ്പായിട്ട് അതിലേക്ക് സംസാരിക്കുമ്പോഴും അതിലേക്ക് ഇൻവോൾവ് ആവേണ്ട ഒരു ടൈം അല്ല എൻ്റെ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതിലേക്ക് ഓവറായിട്ട് ഇൻവോൾവ് ആയി, അല്ലെങ്കിൽ ആ ഒരു ട്രാക്കിൽ പോകേണ്ട ഒരു പ്രായമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു ടൈമല്ല ഇപ്പോൾ. അതിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഗ്രാജുവൽ പ്രോസസ്സ് പോലെ പതിയെ വരട്ടെ. അതിൽ ഭയങ്കരമായി അതിൽ പ്രവർത്തിക്കേണ്ട ഒരു ടൈം ആയിട്ടില്ല, അതിലേക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതായിട്ടില്ലെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നതുകൊണ്ടാണ് എന്നോട് പലപ്പോഴും ആവശ്യത്തിന് മാത്രമുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയും അതിൽ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നൊരു രീതിയുണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ. ബാക്കി നമ്മുടെ കൂടുതലും ഇൻപുട്സും നമ്മുടെ തോട്ട്സും എല്ലാം ഇടേണ്ടത് ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കരിയറിലാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുന്നുള്ളൊരു കൺസെപ്റ്റാണ് നമുക്ക് വന്നിട്ടുള്ളതല്ല. ബാക്കി ഈ ഗ്രാജുവലി വരേണ്ടതാണ് വന്നു വരും. ഈ അറിവുകൾ അല്ലെങ്കിൽ കിട്ടുന്ന തോട്ട് പ്രോസസ് ചിന്തകൾ എഴുതിയിടാറുണ്ടോ? ചിന്തകൾ അങ്ങനെ എഴുതിയിടാറോ? അങ്ങനെയൊന്നുമില്ല. ചിന്തകൾ അങ്ങനെ അതൊക്കെ മനസ്സിൽ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് കിടക്കേണ്ടതാണെങ്കിൽ അവിടെ കിടന്നോളൂ എന്നുള്ളൊരിതാണ്. ഇല്ലാത്തത് പോവും. എഴുതിയിട്ടാൽ അതൊന്നും നമുക്ക് എടുത്ത് നോക്കാം, റെഫർ ചെയ്യാന്നുള്ള കൺസെപ്റ്റ് അല്ലേ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ആലോചിക്കുമ്പോൾ കിട്ടുന്ന തോട്ട്സ് അത് മതി എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ അതവിടെ കിടന്നോട്ടെ. ആവശ്യമുള്ളതാണേ കിടക്കും. ആവശ്യമുള്ളതാണേ എത്ര നാൾ കഴിഞ്ഞാലും ഒരാൾ പറഞ്ഞ കാര്യം നമ്മൾ അല്ലെങ്കിൽ ഒരു വന്ന തോട്ടായാലും അവിടെ കിടന്നോളും. ആവശ്യമില്ലാത്തതാണെങ്കിൽ നമുക്ക് പൊക്കോളും. ഓക്കെ. വല്യച്ഛൻ്റെ പേരെന്താണ്? രാജഗോപാല മേനോൻ. അദ്ദേഹം ഇപ്പം എവിടെയാണ്? അദ്ദേഹം ഇപ്പം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇപ്പം ഹെൽത്ത് കണ്ടീഷൻ ഇച്ചിരി ഇതാണ്, അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസിലൊന്നും അധികം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പം അത് നമ്മളെ എന്താ പറയുക, നമ്മുടെ കരിയറിൽ ഒരു ചെറിയ ഗ്യാപ്പ് എടുക്കുന്നതിന് അതും ഒരു കാരണമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ടേക്ക് കെയർ ചെയ്ത് നമ്മൾ നിൽക്കേണ്ട ഒരു സമയമാണിത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കുറച്ച് ഇതായതുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. കൂടെ തന്നെയാണ്.